ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ മടി പിടിച്ചൊക്കെ എണീച്ചിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് നമുക്ക് കൊല്ലം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ലാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈവനിങ്ങോ നെക്സ്റ്റ് വീക്ക് എപ്പോഴേലും പോകാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഉച്ചത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞാൻ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങണോ പോയി കഴിക്കണോ എന്ന് പിന്നെ കൺഫ്യൂഷൻ അടിച്ച് കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വയലോരക്കട മനസ്സിൽ കയറിപ്പെട്ടത്. അപ്പൊ പിന്നെ എന്തെങ്കിലും കൊതി തോന്നി കഴിഞ്ഞാൽ പിന്നെ കഴിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്ത് ഇറങ്ങിക്കാണും. അപ്പോ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആക്ച്വലി ഒരു 1 hour ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ ആക്ച്വലി ടൈം ഒരു 2:30 എത്തുമ്പോ എന്തെങ്കിലും കാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. പക്ഷെ എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ച് പോവാണ്. അപ്പൊ പോകുന്ന വഴി നമ്മൾ ടയറിൽ കാറ്റ് കുറവായിട്ട് ജസ്റ്റ് ഇതേ കാറ്റടിക്കുന്ന കടയിൽ കയറിയതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ തിരിക്കും. അപ്പൊ ബാക്കി വിശേഷങ്ങൾ വഴി കാണാം. ബൈ. അപ്പോ നമ്മളിപ്പോ പോത്തങ്കോട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ വിഷു ആണ്. വിഷു ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്കൊക്കെ അവിടെ കൃഷ്ണന്റെ വിഗ്രഹങ്ങളും കണിക്കൊന്നയൊക്കെ വിൽക്കാൻ വേണ്ടിട്ട് ഒരുപാട് വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു വരുമ്പോ കണിക്കൊന്ന കുറച്ച് മേടിച്ചിട്ട് വരണമെന്ന്. അപ്പൊ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് കണിക്കൊന്ന മേടിച്ചിട്ട് വീട്ടിൽ പോകാം. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സും കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ പുറത്ത് വെയിലുള്ള സമയത്ത് ഇറങ്ങുന്ന ആളേ അല്ല. എനിക്ക് ഭയങ്കര മടിയാണ് വെയിലുള്ളപ്പോ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഈ പോകുന്നതെല്ലാം അവിടുത്തെ ഫുഡ് പ്രതീക്ഷിച്ച് മാത്രമാണ് ഗൈസ്. കിട്ടിയാൽ മതിയാ. അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ കുറേ പേര് ഇങ്ങനെ കണിക്കൊന്ന കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലായിടത്തും കണിക്കൊന്നയ്ക്ക് ഭയങ്കര റേറ്റാ പറയുന്നത്. 100-150 കുറഞ്ഞ അവർ തരത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ. എന്തായാലും നമുക്ക് ആവശ്യം ഉണ്ടായിപ്പോയി തിരിച്ചു വരുമ്പോ മേടിക്കാം. അപ്പൊ ഞങ്ങൾ ഈ വഴിയോടെ കട എത്തിയിട്ടുണ്ട്. പുറത്ത് കാർ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല തിരക്കായിരിക്കും അകത്തുനിന്ന്. അപ്പൊ അകത്ത് കയറിയപ്പോഴേക്കും അവരുടെ ഫാമിലി റൂംസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫില്ലായി. പിന്നെ അവർക്കൊരു കോമൺ സ്പേസ് കൂടി ഉണ്ട് ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അത് കയറുന്നതിന്റെ അവിടെ തന്നെ അവരുടെ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഇങ്ങനെ എഴുതി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു ടേബിൾ ഫ്രീ ആയി. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് കയറി അവിടെ ഇരുന്നു. എനിക്ക് ആക്ച്വലി അവരുടെ ഊണ് കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. നമ്മൾ ചെന്നപ്പോഴേക്കും ഊണ് കഴിഞ്ഞ് പിന്നെ ഒന്നും നോക്കിയില്ല, അവരുടെ സ്പെഷ്യൽ ഐറ്റമായ അപ്പവും താറാവ് കറിയും തന്നെ ഓർഡർ ചെയ്തു. പക്ഷെ രക്ഷയില്ലായിരുന്നു ഗൈസ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചായയിൽ വന്നു. അതോട് കുറിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലാപ്പുമായിട്ട്. പിന്നെ അവരെ അതൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നിട്ടും അവിടെ ഇത്രയും തിരക്കായിരുന്നു. അതാണ് ആക്ച്വലി കടയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തന്നെ. പിന്നെ ഞങ്ങളിത് തിരിച്ചു വരുന്ന വഴി സ്റ്റുഡിയോയിലൊന്ന് കയറി ഇപ്പൊക്കെ കളക്ഷൻ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പൊ അത്യാവശ്യം കുറച്ച് പുതിയ ടെക് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കുറെയൊക്കെ നോക്കി. പക്ഷെ എനിക്കൊരു ഡാർക്ക് കളറിൽ എന്തെങ്കിലും വേണമെന്നായിരുന്നു. പക്ഷെ ഞാൻ അവസാനം എപ്പോഴും ചെന്നിങ്ങനെ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്കിലേക്ക് നിൽക്കും. പക്ഷെ ഇപ്പൊ വന്ന കളക്ഷൻസ് എല്ലാം ഭയങ്കര ലൈറ്റ് കളേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. അവസാനം ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് എടുത്തില്ല. അപ്പൊ ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. ബൈ ബൈ.